ഹായ് ഫ്രണ്ട്സ്, രുചിമേളത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വൻപയറും കായും കൂടെ വെച്ചിട്ട് പുഴുക്കാണ് കേട്ടോ. പക്ഷേ വൻപയർ നമ്മൾ നേരത്തെ ഒരു 3-4 മണിക്കൂർ മുൻപേ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. കായ നമ്മൾ കൂടെ ഇട്ട് കുക്കറിലടിച്ചൊന്ന് വേവിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വളരെ കുറച്ച് വെള്ളത്തിൽ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ആവശ്യത്തിന് തേങ്ങ, നമ്മൾ കുറച്ച് അരിമുളകാണ് എടുക്കുന്നത്, ആവശ്യത്തിന് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും, കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ ചട്ടി ചൂടാക്കി എണ്ണ ചൂടായി വരുമ്പോൾ അല്പം കടുകിട്ടു. ഇനി അല്പം കൊച്ചുള്ളി കൂടെ ചേർത്ത് വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് നമ്മുടെ അരപ്പോടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വൻപയറും കായും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു സ്പൂൺ നെയ്യൂടെ ചേർത്ത് അത് നമ്മുടെ രുചിയും മണമൊക്കെ ഒന്ന് കൂട്ടി തരും കേട്ടോ. നമ്മൾ ശരിക്കും ഈ കായ്ക്ക് പകരം ചേന ഇരുന്നെങ്കിൽ ഉണ്ടല്ലോ, ചേന ഇല്ലാത്തതുകൊണ്ടാണ്, അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ട് നമ്മളിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ കായപ്പുഴുക്ക് റെഡിയായി. ഇത് നമ്മൾ പുഴുക്ക് മാറ്റി അതേ ചെയ്യുന്ന ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഇട്ട് കടുകിട്ട് കറിവേപ്പിലിട്ട് നേരത്തെ അതേ അരപ്പിൽ നിന്ന് ഒരു ഇച്ചിരി അരപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇത് നമ്മൾ 1 കപ്പ് തൈരാണ് ഇതിലോട്ട് ചേർക്കുന്നത്. തൈര് ചേർത്ത ശേഷം അല്പം ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഒരു ചെറിയ തിള വരുന്നത് വരെ മാത്രം, ഫസ്റ്റ് ചെറിയൊരു തിള, അത് തന്നെ നമുക്ക് ഓഫാക്കാം. അപ്പം നമ്മുടെ മോര് കാച്ചിയത് തൈര് കാച്ചിയത് റെഡിയായി. അങ്ങനെ കറിയും പുഴുക്കും എല്ലാം റെഡിയായി. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. കുറച്ച് ചോറും ഒരു മുട്ട ഉടച്ചതും കുറച്ച് പുഴുക്കും ഇനി കുറച്ച് തൈര് കാച്ചിയതും കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാം. ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.